നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ച് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്ന നിഫ്റ്റിക്കയിലും ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുന്ന രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യാനായിട്ട് സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായാലും നിഫ്റ്റി സ്ട്രോങ് ആയിട്ടുള്ള സെൽട്ടറിൽ തന്നെ നിലനിൽക്കുമ്പോഴും നമ്മളത് സൂചിപ്പിച്ചിരുന്നു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാൻ. നമ്മൾ 19,200-300 ഏരിയ ബൈക്കാണ് കൂടുതൽ സാധ്യത എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് ഇന്നല്ല, കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ നമ്മൾ പറയുന്നതാണ്. ഈ ഒരു ലെവലിൽ ട്രേഡ് മാനേജ് ചെയ്യേണ്ട പ്ലാനുകൾ നമ്മൾ നൽകിയിരുന്നു. ഇന്ന് രാവിലത്തെ ഒരു ഓപ്പണിംഗ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആയിരുന്നു തുടക്കത്തിൽ. പക്ഷെ 19,345 മുകളിലേക്ക് നിഫ്റ്റി ജസ്റ്റ് ഒന്ന് സസ്റ്റെയിൻ ചെയ്തെങ്കിലും അതൊരു ഫെയിലിയർ ആയിരുന്നു. അതിനുശേഷമായാലും വീണ്ടും അടുത്തൊരു അറ്റംപ്റ്റിലായാലും 19,345 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിരുന്നു. മുൻ വീഡിയോസിലായാലും നമ്മളത് എങ്ങനെയാണ് റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് മാനേജ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാത്തവർ ആ വീഡിയോസൊക്കെ എടുത്ത് കാണുക. പ്രൈസ് ആക്ഷൻ മാനേജ് ചെയ്യേണ്ട രീതികൾ, സപ്പോർട്ട് റെസിസ്റ്റൻസ് മാനേജ് ചെയ്യേണ്ട രീതികൾ, കാര്യം ഏറ്റവും ചെറിയൊരു റിസ്കിൽ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു മൂവ്മെൻറ്റുകളൊക്കെ ക്യാച്ച് ചെയ്യാനായിട്ട് ഈ പറയുന്ന രീതികൾ സഹായിക്കും. അതുപോലെ തന്നെ ഇൻ കേസ് ഏതെങ്കിലും ഒരു ട്രേഡുകൾ ഫെയിലിയർ ആയാലും ഏറ്റവും ചെറിയൊരു റിസ്കിൽ തന്നെ എക്സിറ്റ് ചെയ്ത് കളയാനും സാധിക്കും. അപ്പോൾ നിഫ്റ്റിയിലായാലും നമുക്കൊരു 19,345 മുകളിലേക്ക് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ്. ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മളൊരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അതിനുശേഷം നിഫ്റ്റിക്കായാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് ട്രെൻഡ് തന്നെയായിരുന്നു. നമ്മൾ നൽകിയിരുന്ന റെസിസ്റ്റൻസ് 19,385 ഈ ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മൾ നൽകിയിരുന്നത്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ആയാലും വർക്ക് ചെയ്ത് നോക്കുക. 19,385 അടുത്ത് എത്തിയപ്പോഴും നിഫ്റ്റി ഒരു പ്രഷർ മാർക്കറ്റിൽ വന്നിരുന്നു. നമുക്കായാലും ആ ഒരു ലെവലിൽ നിന്നായാലും ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഏരിയ എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലേക്ക് നിഫ്റ്റി ഒരു സസ്റ്റെയിൻ ചെയ്തിരുന്നു. അതിനുശേഷമായാലും സ്റ്റില്ലൊരു ബൈ ട്രെൻഡിലായിരുന്നു. പക്ഷെ അതൊരു വോളറ്റൈൽ ആൻഡ് സൈഡ് വൈസ് ഒരു മൂവ്മെന്റ് ആയിരുന്നു. എക്സാക്റ്റ് ആയിട്ട് ഏറ്റവും ചെറിയൊരു റിസ്കിൽ തന്നെ നമുക്ക് ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി വീണ്ടും നമുക്ക് അവിടെ കിട്ടിയിരുന്നു. അതിനുശേഷം അവസാനത്തെ ഒരു സെക്ഷനിലായാലും നിഫ്റ്റി 19,385 താഴത്തേക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടില്ല. വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ നമ്മൾ 19,200-300 റേഞ്ചിൽ നിന്ന് നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്യും. അത് ചിലപ്പോൾ ആ ഒരു ബൗൺസ് ചെയ്യുന്നത് ഒരു വോളറ്റൈൽ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താലാണ് എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു ബൈ മൊമെന്റ് നമുക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളായാലും ഒരു ഹയർ ലെവലിലേക്ക് പോയാലും നിഫ്റ്റിക്കായാലും റെസിസ്റ്റൻസ് ലെവലുകളുണ്ട്. ഈ ഒരു ബൈ മൊമെന്റം എത്ര ദിവസം സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും ഹയർ ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവല് അറിയാതിനനുസരിച്ച് ട്രേഡുകൾ മാനേജ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് നൽകിയിരിക്കുന്ന 19,385 തന്നെ നമുക്കൊരു സപ്പോർട്ടായിട്ട് നമുക്ക് ആക്ട് ചെയ്യാം. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 19,385 ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് തന്നെ ചെറിയൊരു ടൈം ഫ്രെയിമിൽ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. ചെറിയൊരു ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ 1 മിനിറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 5 മിനിറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹൈ, ഇന്നത്തെ ഒരു ഹൈ 19,425 ആണ്. ആ ഒരു ഹൈയും ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നിഫ്റ്റിക്കായാലും ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. 19,470, അതുപോലെ തന്നെ 19,505 ഈ ഒരു ലെവലൊക്കെ 505, 525 ഈ ഒരു ലെവലൊക്കെ നിഫ്റ്റിയുടെ ഹയർ ലെവലിലേക്ക് എത്തും തോറും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. 470 മുതൽ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കാം, പറയുന്ന ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈ സെന്റിമെന്റിലാണ് അതിൻ്റെ ഒരു താഴത്തേക്ക് പിന്നെ തിരിച്ച് ക്ലോസ് ചെയ്യാതെ, അതായത് ഇപ്പോൾ 19,470 മുകളിലേക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈ സെന്റിമെന്റിലാണ് പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയാലും എക്സാക്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യും. 19,505 അടുത്തെത്തുമ്പോഴേക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. 505 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ്
അടുത്തൊരു ബൈസിന്റെ വില എന്നിരുന്നാലും 525 റെസിസ്റ്റൻസ് ആണ്. ഹയർ ലെവലിലേക്ക് ഈ റെസിസ്റ്റൻസ് ലെവൽ എത്തും തോറും തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് സോണുകളാണ് നിഫ്റ്റിയിലായാലും ഹയർ ലെവലിലേക്ക് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സേഫ് ആണ്. അപ്പോൾ ഇൻ കേസ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഈ പറയുന്ന റെസിസ്റ്റൻസ് റേഞ്ചിലല്ല, ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക, റെസിസ്റ്റൻസ് ലെവൽ തിരിച്ച് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. പറയുന്ന റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ 19,385 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലോവർ ലെവലിൽ സപ്പോർട്ട് വരുന്ന 19,320 19,300 റേഞ്ച് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 300 ബ്രേക്ക് ചെയ്താലാണ് കൂടുതൽ വീക്ക്നെസ് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് നിഫ്റ്റിയിലായാലും സാധിക്കും. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് വർക്ക് ചെയ്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു, ലോവർ ലെവലിൽ നിന്ന് ബൗൺസിനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് വർക്ക് ചെയ്ത് നോക്കുന്നത് റെസിസ്റ്റൻസ് സപ്പോർട്ട് വർക്ക് ചെയ്ത് നോക്കുക. ബാങ്ക് നിഫ്റ്റി ആയാലും തുടക്കത്തിലായാലും നമ്മൾ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ സൂചിപ്പിച്ചിരുന്നത് 43,965 മുകളിലേക്ക് ജസ്റ്റ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്കൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ കിട്ടിയില്ല, എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയും. പക്ഷേ ബാങ്ക് നിഫ്റ്റി ആയാലും ലോവർ ലെവലിൽ നിന്നായാലും ആ ഒരു ബൈക്ക് തന്നെയാണ് ആ ഒരു പ്രഷർ നമ്മൾ മുൻ വീഡിയോസിലായാലും സൂചിപ്പിച്ചിരുന്നതാണ്. അതിനുശേഷമായാലും ഈ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ഇവിടെ നമുക്കൊരു നല്ലൊരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി, അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷമായാലും റെസിസ്റ്റൻസ് ലെവൽ 44,080 എക്സാക്റ്റ് ആയിട്ട് ആ റെസിസ്റ്റൻസ് ലെവൽ വരെ മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്തിരുന്നു. അതിനുശേഷമായാലും ശ്രദ്ധിക്കുക 40,965 ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത ഈ ക്യാൻഡിലിന്റെ താഴത്തേക്ക് നിഫ്റ്റിക്കായാലും താഴത്തേക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ അവസാനത്തെ ഒരു സെക്ഷനിലായാലും 44,080 റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഷോർട്ട് സെൽ ആക്റ്റീവ് ആയെങ്കിലും ആ ഒരു സപ്പോർട്ട് 43,965 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനൊരു മുകളിലാണ് ബാങ്ക് നിഫ്റ്റിയിലും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിൽ 44,965 സപ്പോർട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 44,965 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോവർ ലെവലായാലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവലിൻ്റെ അടുത്ത് തന്നെ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് 44,965 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ വീണ്ടും ബൈയുടെ ഒരു സെന്റിമെന്റിലാണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ ബൗൺസ് ചെയ്യും. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, 44,080 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി ബൗൺസ് ചെയ്താൽ 44,080 തിരിച്ച് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സ് എല്ലാം ആക്റ്റീവ് ആവില്ല. അതിൻ്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് എല്ലാം ആക്റ്റീവ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 44,080 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 44,200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ആണ്. പക്ഷെ ഹയർ ലെവലിലേക്ക് എത്തും തോറും ബാങ്ക് നിഫ്റ്റിക്കായാലും തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് ലെവലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്ട്രോങ് ആയിട്ടുള്ള ലെവലുകളാണ് ഹയർ ലെവലിലേക്ക് പോകും തോറും. അപ്പോൾ അതുകൊണ്ട് തന്നെ 44,200 300 അടുത്തു നിന്നൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതാണ് സേഫ് ആയിട്ട്. ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സേഫ്. 44,200 ബ്രേക്ക് ചെയ്തുകൊണ്ട് 310 ഒരു മുകളിലേക്ക് പോയാലും ഷോർട്ട് സെല്ല് 44,200 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആവേണ്ടത്. എപ്പോഴും അടുത്ത റെസിസ്റ്റൻസ്, ഈ തൊട്ടടുത്ത സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്ന ഒരു സമയത്തായാലും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് പോയാൽ ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആകുക 44,200 താഴത്തേക്ക് നിലനിർത്തിയാൽ മാത്രമാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഫിൻ നിഫ്റ്റി നോക്കാം. ഫിൻ നിഫ്റ്റി ആയാലും ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഫിൻ നിഫ്റ്റിയിലായാലും എക്സ്പയറി ആണ്. ഇപ്പോൾ ഫിൻ നിഫ്റ്റിയിലായാലും ട്രെൻഡ് റിവേഴ്സിൽ നമുക്കായാലും ഹയർ ലെവലിൽ നിന്നുള്ള ഒരു ട്രെൻഡ് റിവേഴ്സിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. ലോവർ ലെവലിൽ നിന്ന് ഈ ഒരു ബൗൺസ് നടത്തുമെന്ന് നമ്മൾ ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ മുൻ ആഴ്ചകളിൽ മുൻ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ലെവല് സൂചിപ്പിച്ചിരുന്ന ലെവലാണ്. അപ്പോൾ വരും ദിവസങ്ങളായാലും ഫിൻ നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റി ആയാലും ലോവർ ലെവലിൽ 19,485 സപ്പോർട്ട്, അതായത് 19,500 തൊട്ട് താഴെ സപ്പോർട്ട്.
അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയാലും സപ്പോർട്ടിൽ നിന്നായാലും ബൗൺസ് ചെയ്യും. ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രീലോ വലിയ ടൈം ഫ്രീലോ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവലിക്ക് 19,570 റെസിസ്റ്റൻസ് ആവും. അതിനുശേഷം 640 ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് ആവും. ഓപ്പൺ ചെയ്യുന്ന 570 റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റിയാണ് കൂടുതൽ സാധ്യത. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 570 തിരിച്ച് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാതെ 570 ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് 640 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ വീണ്ടും 570 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 640 റെസിസ്റ്റൻസിന്റെ തൊട്ട് താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് സാധ്യത. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ സാധ്യത. 640 മുകളിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ സാധ്യത. ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും ഇതേറെ ഷെയറുകൾ കമ്മിലും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.